ഹലോ, പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിച്ചൺ സിങ്കും ബാത്ത് ടബും എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. ഒരു കിച്ചൺ സിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ബാത്ത് ടബ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ എക്യുപ്മെന്റുകൾ, ടൂൾസ്, മെഷീനറികൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ബോൾ പിൻ ഹാമർ 1, ഡ്രില്ലിംഗ് മെഷീൻ 1, chisel 1, pipe wrench 1, screwdriver 1, double and spanner 1, hammer 1, hacksaw 1, trowel 1, poker 1, spirit level 1, water tube level 1, measuring tape 1, screwdriver 1, silicone gun and sealant 1, power drill with drill bits 1 set, plumb bob 1, water pump plier 1, spade 1, straight edge 1, motor pan 1, pipe vise 1, GI pipe and fittings as required, thread seal material as required, plaster of Paris as required, white cement as required, solvent cement as required, angle caulk as required, push caulk as required, sink with accessories as required, bathtub with accessories as required, cement as required, fine sand as required, bricks as required, SW pipe or PVC pipe with fittings as required, water as required, valve as required. നമുക്ക് ഒരു കിച്ചൺ സിങ്കിന്റെ ഇൻസ്റ്റാളേഷനിൽ നിന്ന് ആരംഭിക്കാം. സിങ്ക് സ്ഥാനത്ത് പിടിക്കുക. തറനിരപ്പിൽ നിന്ന് സിങ്കിന്റെ മുൻവശത്തെ ഉയരം 80 സെന്റിമീറ്റർ ആയിരിക്കണം. മൗണ്ടിംഗ് വാൾ ബ്രാക്കറ്റിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. ഒരു ചിസൽ ഉപയോഗിച്ച് 100 × 75 × 150 cm ചേസിംഗ് ഉണ്ടാക്കുക. ഘടനാപരമായ റഫിൻ അളവുകൾ അനുസരിച്ച് ഭിത്തിയിൽ ഒരു വാൾ ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രാക്കറ്റ് ലെവൽ ആണെന്ന് ഉറപ്പാക്കുക. (1 to 2:4) എന്ന സിമെന്റ് കോൺക്രീറ്റ് അനുപാതം ഉപയോഗിച്ച് ചേസിംഗിൽ CI കാന്റിലിവർ ബ്രാക്കറ്റ് ഫിക്സ് ചെയ്യുക. കോൺക്രീറ്റ് ക്യൂർ ചെയ്യുക. ദൃശ്യമായ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് സിങ്കിൽ പരിശോധിക്കുക. ബ്രാക്കറ്റിൽ സിങ്ക് വയ്ക്കുക. കിച്ചൺ സിങ്കിനുള്ള ഡ്രെയിൻ അസംബിൾ ചെയ്യുക. സിങ്ക് അതിൻ്റെ പുറകിൽ വയ്ക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ ശേഷിക്കുന്ന ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുക. ഡ്രെയിൻ അഡാപ്റ്ററിലേക്കും സിങ്ക് ഇൻസേർട്ടുകളിലേക്കും 4 സ്ക്രൂകൾ ത്രെഡ് ചെയ്യുക. സ്ക്രൂകൾ ഡ്രെയിൻ അഡാപ്റ്ററിനെ സിങ്കിലേക്ക് തുല്യമായി കംപ്രസ് ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. യൂസർ മാനുവൽ അല്ലെങ്കിൽ നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഫ്യൂസറ്റുകൾ, വാൽവുകൾ, ഓപ്ഷണൽ സോപ്പ് എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രാക്കറ്റിലും ഭിത്തിയിലും സിങ്ക് മൗണ്ട് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. ആ ബൗൾ പൂർണ്ണമായും ഭിത്തിയുടെ ബ്രാക്കറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും പോയിന്റ് എയിൽ ഭിത്തിയിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ബൗൾ ഭിത്തിയുടെ ബ്രാക്കറ്റിന് മുകളിൽ വയ്ക്കുകയും സിങ്കിന്റെ പിൻഭാഗം ദൃഢമായി അമർത്തി ബൗൾ ഫ്ലേഞ്ച് ഭിത്തിയിലെ ബ്രാക്കറ്റ് ലിപ്പിലേക്ക് ഇരിപ്പുറപ്പിക്കുകയും ചെയ്യുക. ഇൻസ്റ്റാളർ പറഞ്ഞതുപോലെ ഘടനാപരമായ റഫിൻ ആവശ്യകത അനുസരിച്ച് ഫാസ്റ്റനറുകൾ ഉപയോഗിച്ച് വാൾ ആങ്കറുകളിലേക്ക് സിങ്ക് സുരക്ഷിതമാക്കുക. അടുത്തതായി സ്ട്രെയിനറും പി ട്രാപ്പും ഇൻസ്റ്റാൾ ചെയ്യാം.
ഡ്രെയിൻ ക്യാപ്പ് മുന്നിലും പിന്നിലും ലേബൽ ചെയ്തിരിക്കുന്നു. യൂണിയനിലേക്ക് GI അല്ലെങ്കിൽ PVC പൈപ്പ് ഉപയോഗിച്ച് ഡ്രെയിൻ കണക്ഷൻ നൽകുകയും ഫ്ലോർ ട്രാപ്പിലേക്ക് വിടുകയും ചെയ്യുക. സിങ്ക് ടാപ്പ് ഫിക്സ് ചെയ്യുക. കിച്ചൺ സിങ്ക് ടാപ്പിലേക്ക് വാട്ടർ സപ്ലൈ കണക്ഷൻ നൽകുക. അവസാനമായി ശരിയായ പ്രവർത്തനത്തിനായി സിങ്ക് പരിശോധിക്കുകയും ചോർച്ചയും ബ്ലോക്കുകളും പരിശോധിക്കുകയും ചെയ്യുക. അടുത്തതായി ഒരു ബാത്ത് ടബ് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് പഠിക്കാം. ബാത്ത് ടബിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് പരിശോധിക്കുക. ബാത്ത് ടബ് നിർദ്ദിഷ്ട സ്ഥലത്ത് സ്ഥാപിക്കുക. അതേസമയം സാൻഡ് ബെഡും കുഷ്യനും മുകളിൽ നിലനിർത്തുക. ബാത്ത് ഫ്രെയിമിൽ നിന്ന് 2 ട്യൂബുലാർ ക്രാഡിൽ ലെഗുകൾ നീക്കം ചെയ്ത് പിന്നീട് സ്ക്രൂകൾ നിലനിർത്തുക. ആവശ്യമെങ്കിൽ 23 mm ഫിക്സിംഗ് സ്ക്രൂകൾ ഉപയോഗിച്ച് ബാത്ത് ഫ്രെയിമിലേക്ക് ബ്ലാക്ക് ഹൗസിംഗ് സോക്കറ്റ് ഘടിപ്പിക്കുക. മുൻപിലുള്ള 32 mm അല്ലെങ്കിൽ 1/4 ഇഞ്ച് സ്ക്രൂകൾ ഉപയോഗിച്ച് ക്രാഡിലും ഹാൻഡ് സ്ക്രൂയും നേരിട്ട് ബേസ് ബോർഡിലേക്ക് അലൈൻ ചെയ്യുക. സ്ക്രൂവിൻ്റെ നീളം പരിശോധിക്കുക. ബാത്ത് ബേസ് ബോർഡിൽ ഒരു H ഫ്രെയിം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അതിൽ ക്രാഡിൽ ഉറപ്പിക്കുക. ക്രാഡിൽ ബേസ് ബോർഡിൽ പ്രൗഡ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഹാക്സോ ഉപയോഗിച്ച് ചെറുതാക്കാം. ക്രാഡിലുകൾ ബാത്ത് ടബിൻ്റെ ബേസ് ബോർഡിലേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ സ്റ്റീൽ ലെഗിൽ തുളച്ചു കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി നൽകിയിരിക്കുന്ന സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ ഉപയോഗിച്ച് ലെഗ്സിൻ്റെ ടോഗിളുകളിലേക്ക് അവയെ സുരക്ഷിതമാക്കുക. 3.2 mm ബിറ്റ് ഉപയോഗിച്ച് പ്രീ ഡ്രിൽ ചെയ്താൽ ഇത് എളുപ്പമാകും. നൽകിയിരിക്കുന്ന M10 നട്ട്സ് ഉപയോഗിച്ച് അഡ്ജസ്റ്റബിൾ M10 ഫീറ്റ് ക്രാഡിലുകളിലേക്ക് സുരക്ഷിതമാക്കുക. ബേസ് ബോർഡിൻ്റെ അല്ലെങ്കിൽ H ഫ്രെയിമിൻ്റെ മധ്യഭാഗത്ത് നൽകിയിരിക്കുന്ന സ്ക്രൂവും നട്ട്സും ഉപയോഗിച്ച് അഡ്ജസ്റ്റബിൾ സെൻറ്റർ സപ്പോർട്ട് സുരക്ഷിതമാക്കുക. ബാത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ഫീറ്റുകളുടെയും ലോക്ക് നട്ടുകളുടെയും ത്രെഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉപയോഗിച്ച് മുകളിലെ ഫേസ് ലെവൽ സജ്ജമാക്കുക. ഒരു പാനൽ ഘടിപ്പിക്കുമ്പോൾ ബാത്തിൻ്റെ ഉയരം പാനലിൻ്റെ ഉയരത്തിലേക്ക് സജ്ജമാക്കുക. സ്പിരിറ്റ് ലെവൽ ഉപയോഗിച്ച് ബാത്ത് റിം ലെവൽ ആണെന്ന് ഉറപ്പാക്കുക. മാലിന്യ പൈപ്പ് മാലിന്യക്കുഴിയിലേക്ക് ബന്ധിപ്പിക്കുക. പോപ്പ്-അപ്പ് വേസ്റ്റ് കപ്ലിംഗ് കൂട്ടിച്ചേർക്കുക. നൽകിയിരിക്കുന്ന സ്ഥലത്ത് വേസ്റ്റ് കപ്ലിംഗ് ഫിക്സ് ചെയ്യുക. വേസ്റ്റ് പൈപ്പ് പോപ്പ്-അപ്പ് കപ്ലിംഗിലേക്ക് ബന്ധിപ്പിക്കുക. മാലിന്യ പൈപ്പ് ഡ്രെയിൻ ലൈനിലേക്ക് ബന്ധിപ്പിക്കുക. ബാത്ത് ടബിൻ്റെ മുകളിലെ നിലയിലേക്ക് മിക്സ്ചർ ടാപ്പ് ശരിയാക്കി ചൂടുള്ളതും തണുത്തതുമായ ജലവിതരണ ലൈൻ ബന്ധിപ്പിക്കുക. ഔട്ട്ലെറ്റിൽ ട്രാപ്പ് ഫിക്സ് ചെയ്യുക. ഹോട്ട് വാട്ടർ ലൈൻ മിക്സ്ചർ യൂണിറ്റിൻ്റെ ഇടതുവശത്ത് ബന്ധിപ്പിക്കുക. ടബുകളുടെ മുകളിൽ ഹാൻഡിലുകൾ ഉണ്ടായിരിക്കണം. ജലനിരപ്പ് നിലനിർത്തുന്നതിന് റബ്ബർ ഉപയോഗിച്ച് ചെയിൻ ഉറപ്പിക്കുക. ടാപ്പുകൾ തുറന്നതിനു ശേഷം ബാത്ത് ടബ് ശരിയായി ഇൻസ്റ്റാൾ ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ഈ വീഡിയോയിൽ ഒരു കിച്ചൺ സിങ്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ബാത്ത് ടബ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിവ നമ്മൾ ചർച്ച ചെയ്തു. ഈ സെഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.